ഇപ്പോൾ ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിനെക്കുറിച്ചാണ് ചർച്ചകളെല്ലാം. മുന്നണിയോ പാർട്ടികളോ അതേക്കുറിച്ച് ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലും അന്തിച്ചന്തകളിലുമൊക്കെയുള്ള ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് ഈ സീറ്റിനെക്കുറിച്ചാണ്. മൊത്തം 3 സീറ്റുകളാണ് ഒഴിവരുന്നത്. അതായത് CPM-ൻ്റെ എളമരം കരീം, കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയും CPI-യുടെ ബിനോയ് വിശ്വവുമാണ് ഒഴിയുന്നത്. ഇവരുടെ 3 പേരുടെയും കാലാവധി ജൂലൈ 1-ന് അവസാനിക്കും. ഇടതുമുന്നണിയുടെ കയ്യിലുള്ള ഈ 3 രാജ്യസഭാ സീറ്റിൽ 2-ൽ മാത്രമേ ഇനി ജയിക്കാനാകൂ. അതിലൊന്ന് CPM എടുത്താൽ ബാക്കിയുള്ള 1 സീറ്റ് ആർക്കാണെന്നാണ് ഗവേഷണം നടത്തുന്നത്. 2ാം സീറ്റ് CPI-ക്കോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോ? ഇതാണ് ചോദ്യം. 2 പാർട്ടികളുടെയും സംസ്ഥാനത്തെ 1ാമത്തെ നേതാവാണ് സ്ഥാനമൊഴിയുന്നത്. ഇരു പാർട്ടികൾക്കും രാജ്യസഭാ സീറ്റ് അഭിമാന പ്രശ്നവുമാണ്. അവകാശവാദം ഉന്നയിക്കാൻ CPI-യും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഔദ്യോഗികമായി തീരുമാനിച്ചില്ലെങ്കിലും പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ ഇതൊരു ചർച്ചാ വിഷയമാണ്. UDF-ന് ജയിക്കാൻ കഴിയുന്ന 1 സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ധാരണയായിരുന്നു. 1 സീറ്റിൽ CPM മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇടതുമുന്നണി ഭരണത്തിലുള്ള ഘട്ടങ്ങളിൽ രാജ്യസഭയിൽ ഒരേ സമയം തങ്ങൾക്ക് 2 പേരുണ്ടാകാറുണ്ടെന്നാണ് CPI-യുടെ അവകാശവാദം. മുന്നണിയിലെ 2ാമത്തെ കക്ഷി ആര് എന്ന മത്സരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി CPI-ക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സീറ്റ് വിട്ടു നൽകി മത്സരത്തിൽ പിന്നോട്ട് പോകാൻ CPI മടിക്കുന്നു. അതാണ് സത്യം. എന്നാൽ രാജ്യസഭാ അംഗത്വമായാണ് ജോസ് കെ മാണിയുടെ പാർട്ടി LDF-ലെത്തിയത്. UDF-ൻ്റെ ഭാഗമായി 2018-ൽ ജയിച്ച രാജ്യസഭാ സീറ്റ് LDF പ്രവേശനത്തിന് പിന്നാലെ 2021 ജനുവരിയിൽ ജോസ് കെ മാണി രാജിവെച്ചിരുന്നു. നവംബറിൽ LDF-ൻ്റെ ഭാഗമായി ഇതേ സീറ്റിൽ അദ്ദേഹം വീണ്ടും ജയിച്ചു. ജോസ് കെ മാണിയുടെ സീറ്റാണെന്നതിൽ തർക്കത്തിൻ്റെ കാര്യമില്ലെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ വാദിക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ 13-ാം തീയതി ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വരും, ഉറപ്പാണ്. CPI-യും നേതൃയോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്യും. വോട്ടെടുപ്പിന് ശേഷം ഇതുവരെ LDF ചേർന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ശേഷം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്ന മുറയ്ക്ക് ഇടതുമുന്നണി യോഗം ചേരും. 2 ആഴ്ചയ്ക്കകം വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നതിനാൽ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ, സാങ്കേതികമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. 2027 ഏപ്രിൽ വരെ കാലാവധിയുള്ള CPM-ലെ ജോൺ ബ്രിട്ടാസ്, V ശിവദാസൻ, ലീഗിലെ PV അബ്ദുൾ വഹാബ് എന്നിവരും, 2028 ഏപ്രിൽ വരെ കാലാവധിയുള്ള CPM-ലെ AA റഹീം, CPI-ലെ P സന്തോഷ് കുമാർ, കോൺഗ്രസിലെ ജെബി മേത്തർ എന്നിവരുമാണ് കേരളത്തിൽ നിന്നുള്ള മറ്റ് രാജ്യസഭാ അംഗങ്ങൾ. ഏതായാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അഭിമാന പ്രശ്നം മാത്രമല്ല, നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് രാജ്യസഭാ സീറ്റ്. CPI-യും ഇതേ നിലപാടിലാണ്. അങ്ങനെ വരുമ്പോൾ CPM വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാത്തിരുന്ന് കാണാം.